28 വർഷം 28 വർഷത്തെ എന്റെ കാത്തിരിപ്പാണ്. ഞാനൊന്നും കളഞ്ഞിട്ടില്ല. എങ്ങനെയാ പറയണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മരിക്കാൻ ഭയമില്ല, പക്ഷേ ആത്മാവ് ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ള ചിന്ത ഓർക്കാനേ വയ്യ. ഇതായിരുന്നു ഏറെ നാളുകൾക്ക് മുൻപ് അന്തരിച്ച കലാകാരനായ ദിലീപ് ശങ്കർ കുറിച്ച വാക്കുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയുണ്ട് മരണാന്തര ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഭയന്നിരുന്നുവെന്നും. അതുകൊണ്ട് തന്നെ ഉറപ്പായും അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. എന്നിരുന്നാലും ഈ ഒരു മരണ വാർത്ത പുറത്തു വന്നപ്പോൾ ചെറിയൊരു സംശയം പ്രിയപ്പെട്ടവരിൽ ഉണ്ടായിരുന്നു. ഈ ഒരു കരൾ രോഗം ഏറെ കൂടിയിരുന്നിട്ട് പോലും, അതായത് വേണ്ടപ്പെട്ടവർ ശാസിച്ചിട്ട് പോലും മദ്യപാനം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മരണം സംഭവിച്ച ദിവസം പോലും അദ്ദേഹം ഏറെ മദ്യപിച്ചതിന്റെ തെളിവുകൾ ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ആത്മഹത്യയല്ല മരണകാരണം എന്നും തലയിടിച്ച് വീണതാകാം മരണകാരണം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുറിയിൽ തലയിടിച്ച് വീണത് മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമായിരിക്കാം ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന് ഇപ്പോൾ വന്നിരിക്കുന്ന സംശയം. മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുകയും പിന്നെ ഈ ഒരു ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മുറിയിൽ നടത്തിയ പരിശോധനയിലൊന്നും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന യാതൊരു രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അതേസമയം തന്നെ മദ്യപാനം അദ്ദേഹം ഏറെ നാളുകൊണ്ട് നിർത്തിവെച്ചിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഭക്തിയിൽ അഭയം കണ്ടെത്തിയ ദിലീപ് നോൺ വെജ് ഭക്ഷണം പോലും ഒഴിവാക്കിയ കാലമുണ്ടായിരുന്നു. എന്നാൽ പിന്നെയും ഈ ഒരു മദ്യപാന ശീലം തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ജോലിയിൽ വരെ വിഷയങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ ഈ ഒരു ദുശീലം കാരണം തന്നെ പലയിടത്തു നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളതും ഈ ഒരു സഹപ്രവർത്തകരിൽ ചിലർ പറയുകയാണ്. അമ്മ അറിയാതെ, സുന്ദരി, പഞ്ചാഗ്നി എന്നീ നിരവധി മെഗാ ഹിറ്റ് പരമ്പരകളിലാണ് അദ്ദേഹം അഭിനയിച്ചത്. ഒടുവിലായിട്ട് പഞ്ചാഗ്നി എന്ന പരമ്പരയിലാണ് അദ്ദേഹം അഭിനയിച്ചിരുന്നത്. ഇതേ സീരിയൽ ലൊക്കേഷനിലേക്ക് 5 ദിവസം മുൻപെയാണ് ദിലീപ് എത്തുന്നത്. എറണാകുളത്ത് നിന്ന് ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയതും. ഈ ഒരു ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വെച്ച് തന്നെ 2 ദിവസം അദ്ദേഹം ബ്രേക്ക് എടുക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത്. ഒരു മകനും മകളും ഭാര്യയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത്. MBBS പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തോടുള്ള അടങ്ങാത്ത കമ്പം മൂലമാണ് ഈ ഒരു പഠനം പാതി വഴിയിൽ അദ്ദേഹം ഉപേക്ഷിച്ചതും. ഡോക്ടർ ആകേണ്ട ആളല്ല താൻ എന്ന് ബോധ്യമായതിനു ശേഷമാണ് അദ്ദേഹം MBBSന് പകരം MSc കംപ്ലീറ്റ് ചെയ്തത്. പിന്നീട് മലയാളത്തിലും തമിഴിലും എല്ലാമായി നിരവധി വേഷങ്ങളും അദ്ദേഹം ചെയ്തു. ഈ ഒരു അഭിനയത്തിന് പുറമെ തന്നെ അദ്ദേഹം ബിസിനസ് കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അതായത് മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി എന്ന ബിസിനസ്സാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അതിനു പുറമെ സിനിമകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട്. നല്ല അവസരങ്ങൾ വന്നാൽ സിനിമ ചെയ്യുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു. അമ്മയെ അറിയാതെ, സുന്ദരി സീരിയലുകളിൽ ശക്തമായ വേഷത്തിൽ തന്നെയാണ് ദിലീപ് എത്തിയത്.